ശരി, ഫക്രുദ്ദീൻ സംഘപരിവാറിന്റെ ഈ നിലവിളി എന്നാണ് ഇവിടെ പറയുന്നത് ഷാക്കിർ. അങ്ങനെ നിലവിളിയൊന്നും അവർക്കുള്ളതായി എനിക്ക് തോന്നുന്നത്. ആ വെരി കോൺഫിഡൻറ്റ്. ഈ പ്രശ്നം പറ്റിയെന്നു വെച്ചാൽ ഈ സിനിമ അവരെ വിമർശിക്കുന്ന ഒരുപാട് സിനിമകൾ ഭയങ്കര കളിയാക്കുന്ന സിനിമ, നമ്മളെ അഖിൽമാരായിട്ട് സിനിമയിലൊക്കെ അവരെ കൊന്നു കൊലവിളിക്കുന്നുണ്ട്. അങ്ങനെ സിനിമകൾ വന്നിട്ടുണ്ട്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ സിനിമ റിലീസ് ചെയ്ത ആ ഫസ്റ്റ് ഷോട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. അന്നൊക്കെ ആളുകൾ പറഞ്ഞ മറ്റേ ഇതിൻ്റെ ലൂസിഫറിൻ്റെ അത്ര പോരാ, പക്ഷേ മലയാളത്തിലൊരു ഇങ്ങനെ സിനിമ വന്നതിൽ ഭയങ്കര അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞു പോയ ആളുകൾ പിന്നെ ഇത് തിരിഞ്ഞു കുത്താൻ കാരണം ബിനീഷ് കൊടിയേരിയുടെ പോസ്റ്റ് വന്നു. RSS ഇട്ട് ഒന്നൊന്നര പണിയാണ് അമ്മാർ ഇതാക്കി. ഇത് കണ്ടപ്പോൾ ഇവരുടെ ഈ സൈബർ സഹാക്കൾ എന്ന് പറയുമ്പോൾ സൈബർ എനിക്ക് ആ വാക്ക് ഇഷ്ടമല്ല, സൈബർ RSS ഉണ്ടല്ലോ, അവരെന്ന് വെച്ചാൽ ഇതൊക്കെ താത്വികമായി കാണാൻ അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അല്ലെങ്കിൽ ഇൻസൾട്ട് ആയിട്ട് അവരങ്ങ് ഏറ്റെടുത്തപ്പോൾ നമ്മുടെ ബാബുവിനെ പോലെയുള്ള DG മോഹൻദാസിനെ പോലുള്ള ആളുകൾ അവരെന്ന് വെച്ചാൽ ആ ഒരു പിന്നെ ഈ ഒരു ഏരിയനെ വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ആളുകളാണ്. അവരും കൂടി ഇതിന്റെ ഭാഗമായി ഓർഗനൈസറിലോ ലേഖനം വന്നു. ഓർഗനൈസറിൽ ലേഖനം വന്നുകൊണ്ട് അത് RSSന്റെ ഒരു പിന്നെ എന്താണ് അഭിപ്രായം എനിക്ക് 2 ലേഖനങ്ങൾ RSSന്റെ പലപ്പോഴും നിലപാടിന് രണ്ടല്ല 3 ലേഖനം 3-4 ലേഖനം 2 ലേഖനം മുതലാളി നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടെ, ഞാൻ പറഞ്ഞോട്ടെ മുതലാളി, ഒരു സഹിഷ്ണുത കാണിക്കും പേഷ്യന്റ് മുതലാളി. എന്താണ് സംഭവം അപ്പൊ അതില്ലേ അല്ല പറയുന്നേക്കൂ. അല്ലല്ല എന്ത് തിരുത്തി ഞാൻ വായിച്ചാലേ നിങ്ങളെക്കാട്ടും ഇതൊക്കെ പണ്ട് കാണുന്ന നോക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞത് അതെ പറഞ്ഞോട്ടെ, 2 നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കാര്യമല്ലേ. എന്നെ മുതലാളി ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് പറയാണ്ട ഇത് കഴിഞ്ഞിട്ട് പറ, അല്ല ഞാൻ എണീറ്റ് പോയി നിങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവരുടെ അതിൽ ലേഖനം വന്നു. അതെന്ന് വെച്ചാൽ പലപ്പോഴും ഓർഗനൈസറിൽ വന്ന് എഴുതുന്ന ലേഖനങ്ങൾ RSSന്റെ നിലപാട് പല യോജിച്ച് പോകുന്നത് കൂടിയല്ല. കാരണം ഇടയ്ക്ക് ജാതിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു സംഭവം വന്നിട്ട് RSS തന്നെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അത് ഈ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഒരു ചർച്ചയായി എന്നല്ലാതെ ഇവരൊന്നും രാജീവ് ചന്ദ്രശേഖരോ അതല്ലെങ്കിൽ രമേശോ മാത്രമല്ല, ഇവർ പ്രധാനപ്പെട്ട ആളുകൾ ആരും വളരെ സീരിയസ് ആയി ഗവനിച്ചെന്ന് പോലും എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം ഇവർ ഇതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. ശരി ഷാക്കിർ, ഇതാണ് സംഘപരിവാറിന്റെ നിലവിളിയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞില്ലേ ഓർഗനൈസറിൽ ഒരു ലേഖന വന്നതെന്ന്. നിങ്ങൾ മഞ്ജുഷന്റെ പറഞ്ഞ് 3-4 നമുക്കറിയാം വന്നിട്ടുണ്ടെന്നുള്ളത്. എത്ര എണ്ണം വന്നാലും അതെന്താണ് കുഴപ്പം? എല്ലാം ഒരേപോലെയുള്ളതായിരുന്നു. അല്ല, അത് RSSന്റെ അല്ല ആരതിന് കുഴപ്പമുണ്ടാക്കിയത്? എന്തുകൊണ്ടാണ് 2 മിനിറ്റ് 7 സെക്കൻഡ് ഇയാളെ പോലെ രാഷ്ട്രീയ പാർട്ടി നേതാവ് അദ്ദേഹം മലയാളത്തെ വലിയ സൂപ്പർ സ്റ്റാർ ആണ്. ഒരു വിഭാഗം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി എന്ന് തോന്നിയ സമയത്ത് അദ്ദേഹം എല്ലാവരും റെപ്രസെന്റ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. അത് മാത്രമല്ല നിങ്ങൾക്ക് ലീഗുകാർക്ക് ബുദ്ധിമുട്ടായി ചെയ്യും. കാരണം അദ്ദേഹം കേരളത്തിന്റെ പൊതുസ്വത്താ, മമ്മൂക്ക കേരളത്തിന്റെ പൊതുസ്വത്താണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതേസമയം തന്നെ മറ്റുള്ളവരും മറ്റേ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ കൈയടിക്കും. അത് വിട്. നിങ്ങളിപ്പോ തൽക്കാലം ലാൽസാനെ എല്ലാം കൂടി ഒന്ന് കൺവാൻസ് ചെയ്ത് നമ്മളെ ആളായി അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഉദ്ദേശം. ലാൽസാ പൊതുസമൂഹത്തിന്റെ സ്വത്താണ്. അതുകൊണ്ട് ലാൽസാ അതിന് അഡ്രസ് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. എന്ത് 32,000 പെൺകുട്ടികളെ സിറിയയിലേക്ക് നടത്തിയിട്ടുണ്ടോ? ഇതുപോലെ ചർച്ചയ്ക്ക് വിളിച്ചില്ല. വിളിച്ചില്ല പറയുമായിരുന്നു. ഞാൻ അതൊരു അല്ലല്ല പറയുന്നേക്കു. ഞാൻ നിങ്ങളെ പല ഫേസ്ബുക്കിലൊക്കെ കണ്ടതിന് മൊത്തം അല്ലല്ല എവിടെ ആയിരുന്നു എന്നോട് ചോദിച്ചോ മുതലാളി ഞാനിതിനെ ന്യായീകരിച്ചിട്ടില്ല. ആദ്യം മനസ്സിലാക്ക്. ഞാനിതിന് അല്ലല്ല പറയുന്നേക്ക് ഒരു കവല വർത്താനം എന്ന് പറയരുത്. ഞാൻ ഫേസ്ബുക്കിൽ എല്ലാത്തിനും മഞ്ജു ചോദിച്ചു അഭിപ്രായം അങ്ങനെ കണ്ടാൽ മതി. ഫേസ്ബുക്കിൽ ഇന്ന് രാവിലെ ഞാൻ ബിരിയാണി കഴിച്ചു, ഇന്ന് രാവിലെ സാമ്പാർ കഴിച്ചു എന്ന് പറയുന്ന ആളല്ലോട്ട് പറയില്ല. അപ്പൊ പറഞ്ഞതിന് പറ. അങ്ങനെ എളുപ്പത്തിൽ